എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വിശദമായിട്ട് അറിയിപ്പിലേക്ക് പോകാം. നമ്മുടെ സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു. ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ച് ഒരു മാസത്തെ 1600 രൂപ ഗഡു വിതരണം ചെയ്തു. അപ്പം ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ തുക കിട്ടിയവർ ഒന്ന് കമൻറ്റ് ചെയ്യുക, കിട്ടാത്തവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഒന്ന് വീഡിയോയ്ക്ക് അടിയിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സംശയങ്ങൾ ഒക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതിൽ ചില വിഭാഗം ആളുകൾക്ക് തുക അക്കൗണ്ടിൽ എത്തിയിരുന്നില്ല. അതിൽ ക്ഷേമ പെൻഷൻ ഇപ്പോൾ വിതരണം തുടങ്ങി. ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിലും കൈകളിൽ തുക വിതരണം ചെയ്യാത്തവർക്ക് നവംബർ മാസത്തെ ഒക്ടോബർ മാസത്തെയും ചേർത്ത് 3200 രൂപ കൈകളിൽ ഒന്നിച്ച് എത്തിച്ചേരുന്നതാണ്. കാലതാമസം വരാൻ കാരണം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഇഷ്യൂ കാരണമാണ്. അവർക്ക് ഇന്നലെ തൊട്ട് വിതരണം ആരംഭിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടിലും കൈകളിലൊക്കെ. പിന്നെ മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് ഈ മാസത്തെ തൊട്ട് കിട്ടില്ല. അതൊന്നും എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. മസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമേ ഈ മാസത്തെ തുക എത്തിച്ചേരുള്ളൂ. ഇനി അങ്ങോട്ടും തുക എത്തിച്ചേരുള്ളൂ. മാസ്റ്ററിങ് ചെയ്ത ആൾക്കാർക്ക് മാത്രമാണ്. അത് പ്രത്യേകം ഒന്ന് ഓർത്ത് വയ്ക്കുക. എല്ലാ മാസം 1 തൊട്ട് 20 വരെ മാസ്റ്ററിങ് ചെയ്യാനുള്ള ടൈമുണ്ട്. പക്ഷെ പിറ്റേ മാസം തുടങ്ങിയാണ് പെൻഷൻ ലഭിച്ചു തുടങ്ങുള്ളൂ. ഇത് കൂടാണ്ട് തന്നെ ഈ മാസം ഇനി വേറൊരു ഗഡു ഇങ്ങനെ ഉണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഉണ്ടാവും എന്ന് 90% ഉറപ്പാണ്. പക്ഷേ ഇതുവരെ ഇതിനെ പറ്റിയൊരു അറിവും കിട്ടിയിട്ടില്ല. കാരണം ക്ഷേമ പെൻഷൻ ഉണ്ടാവും എന്ന് 90% ഉറപ്പാന്ന് പറയാൻ ക്ഷേമ പെൻഷൻ്റെ വാർത്തകൾ വരുന്ന സൈറ്റിൽ കുടിശ്ശിക തുകയായിട്ടാണ് ഈ നവംബർ മാസം 6 കിട്ടിയ 1600 രൂപ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നടപ്പ് മാസത്തെ ഒരു ഗഡു കൂടെ ഉണ്ടാക്കും. പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയായിരിക്കുകയാണ്. പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയായ സാഹചര്യത്തിൽ വലിയൊരു ശതമാനം ആൾക്കാർ ഇനിയും മസ്റ്ററിങ് ചെയ്യാനുണ്ട്. അവർക്ക് പെൻഷൻ ഈ മാസം തൊട്ട് ലഭിക്കില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുക. എല്ലാ മാസം 1 തൊട്ട് 20 വരെ ടൈമുണ്ട്. ആ മാസം ചെയ്താലും പിറ്റേ മാസം തുടങ്ങിയാണ് ക്ഷേമ പെൻഷൻ 1600 രൂപ കയറുള്ളൂ. ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും കിട്ടുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ നവംബർ മാസം മാസ്റ്ററിങ് ചെയ്തവർക്ക് നവംബർ മാസത്തെ പെൻഷൻ കിട്ടില്ല. പിന്നെ ഡിസംബർ മാസത്തെ പെൻഷൻ തുടങ്ങിയാണ് ജനങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുള്ളൂ. 62 ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുള്ളൂ. അപ്പം ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ മരണപ്പെട്ട ആളുടെ പേരിൽ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളോ ആരെങ്കിലും അനധികൃതമായി കൈപ്പറ്റണ്ടോ എന്നൊക്കെ അറിയാനാണ് ഈ മസ്റ്ററിങ് എല്ലാ കൊല്ലം നടപ്പിലാക്കുന്നത്. അങ്ങനെയുള്ളവരൊക്കെ പുറത്തായിട്ടുണ്ട്. അപ്പം ക്ഷേമ പെൻഷൻ ഇനി 2025 ആകുമ്പോൾ വർദ്ധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഒരു 150-100 രൂപ വർദ്ധിക്കാനുള്ള സാഹചര്യം നിലവിലുണ്ട്.
പക്ഷെ ഇനിയും ശക്തമായ പുറത്താക്കൽ നടപടികൾ ഉണ്ടാകും എന്നാണ് ഏറ്റവും പുതുതായി കിട്ടുന്ന സൂചന. ഇതിന് നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം, പ്രത്യേക ആയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാനം 1 ലക്ഷം മാസം 1 ലക്ഷം രൂപയിലധികമാണെങ്കിൽ, 1 ലക്ഷം രൂപയോ 1 ലക്ഷം രൂപയ്ക്ക് അധികമാണെങ്കിൽ ക്ഷേമ പെൻഷൻ ഇനി മുതൽ അങ്ങോട്ട് നഷ്ടപ്പെട്ടേക്കാം. അതുപോലെ വീട് ടൈലിട്ടതാണെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് നഷ്ടപ്പെട്ടേക്കാം. 2 വാഹനമുള്ളവരൊക്കെ ക്ഷേമ പെൻഷൻ പുറത്തായിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവരും. വീടുകളിൽ AC ഉള്ളവരും വീട് മോഡിഫൈ ചെയ്തവരും ഒക്കെ ക്ഷേമ പെൻഷൻ പുറത്തായി ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇച്ചിരി വലിയ വീഡിയോ ആണ്. എല്ലാ വാർത്തകളും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിന് ഉള്ളിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ലൈവ് വരുമ്പോൾ പറഞ്ഞു തരുകയോ ചെയ്യാം. എന്നെ നിങ്ങളിൽ ഒരാൾ ആയിട്ട് മാത്രം കാണുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാനും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരാളാണ്. അതുകൊണ്ട് ക്ഷേമ പെൻഷനായിട്ട് എന്ത് ബുദ്ധിമുട്ടുകളും എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ഞാൻ അപ്പം തന്നെ അതിനുള്ളൊരു റിപ്ലൈ കാണുന്ന സാഹചര്യത്തിൽ ഞാൻ തരും. അപ്പോൾ നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.